കോഴിക്കോട് താമരശ്ശേരിയിൽ കെഎസ്ആർടിസിയും ലോറിയും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ കെഎസ്ആർടിസി ഡ്രൈവർക്കെതിരെ കേസെടുത്തു. അശ്രദ്ധമായാണ് അപകട വളവിൽ വാഹനം ഓടിച്ചതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. വിവരങ്ങളുമായി അഭിന പി ചിറക്കൽ ചേരുന്നുണ്ട്. അഭിന, മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്? കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? ഇന്നലെയാണ് താമരശ്ശേരി ചുരത്തിൽ ഈ ഒരു അപകടമുണ്ടാകുന്നത്. ലോറിയും ബസ്സും കാറും കൂട്ടിയിടിച്ചാണ് ഇന്നലെ വലിയൊരു അപകടം തന്നെ താമരശ്ശേരിയിൽ ഉണ്ടായിരിക്കുന്നത്. അതിൽ കാർ ഓടിച്ചിരുന്ന ഡ്രൈവർ മുഹമ്മദ് മുഹമ്മദ് എലത്തൂർ സ്വദേശിയാണ്. മുഹമ്മദ് മദൂദ് അവിടെ തന്നെ വെച്ച് താമരശ്ശേരിയിൽ അപകടമുണ്ടായ അതേ സ്ഥലത്ത് വെച്ച് തന്നെ ഇന്നലെ തൽക്ഷണം മരിക്കുന്ന ഒരു സ്ഥിതി തന്നെയായിരുന്നു. അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കൂടാതെ കാറിലുണ്ടായിരുന്ന മറ്റ് 4 അംഗ ആളുകൾക്കും ചെറുതായ രീതിയിൽ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടാതെ ലോറിയിലെ ഡ്രൈവർ തെറിച്ച് വീണ് അദ്ദേഹത്തിനും ചെറിയ രീതിയിൽ പരിക്കേൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ബസ്സിലുണ്ടായിരുന്ന മറ്റ് യാത്രക്കാർക്കും ചെറിയ രീതിയിൽ പരിക്കേറ്റതായാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഈ അപകടം ഉണ്ടാകുന്നത് കാറ് താമരശ്ശേരിയിൽ നിന്നും വയനാട്ടിലേക്ക് പോവുകയായിരുന്നു. വയനാട്ടിൽ നിന്നും താമരശ്ശേരിയിലേക്ക് വരുന്ന ലോറിയും അതുപോലെ തന്നെ കെഎസ്ആർടിസി ബസ്സും കാറ് ലോറിയിൽ ചെന്ന് ഇടിച്ചാണ് ഈ ഒരു അപകടം ഉണ്ടാകുന്നത്. പക്ഷേ ഈ ഡ്രൈവർ വെട്ടിക്കാൻ നോക്കിയ സമയത്ത് എതിരെ വന്ന ബസ് വയനാട്ടിൽ നിന്നും താമരശ്ശേരിയിലേക്ക് വളവിലൂടെ അശ്രദ്ധമായ രീതിയിൽ വണ്ടി ഓടിച്ചിരുന്നത് ജംഷീദ് അലി ആയിരുന്നു. ജംഷീദ് അലി ഓടത്തെരുവ് സ്വദേശിയാണ്. ജംഷീദ് അലി വളവ് തിരിച്ച് ഈ കാറിനടുത്തേക്ക് വരുമ്പോൾ ബസ്സിൽ നിന്നും തിരിക്കാൻ ശ്രമിച്ചപ്പോഴായിരുന്നു ബസ്സിന്റെയും ഈ ലോറിയുടെയും ഇടയിൽ കാർ പെടുന്നത്. അങ്ങനെയാണ് ഈ ഒരു അപകടം ഉണ്ടാകുന്നത്. ഈ ഒരു അപകടത്തിൽ തൽക്ഷണം തന്നെ ഈ ഡ്രൈവർ മുഹമ്മദ് മദൂദ് മരിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, വയനാട്ടിലെ സ്ഥിരം കാഴ്ചയാണ് ഡ്രൈവർ വാഹനം ഓടിക്കുമ്പോഴും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതും അതുപോലെ തന്നെ മദ്യക്കുപ്പികൾ കണ്ടെടുത്ത സംഭവങ്ങളടക്കം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ ഇവർക്കെതിരെ നടപടിയെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അത്തരത്തിൽ വീണ്ടും ഒരു സംഭവം കഴിഞ്ഞ ദിവസം ഉണ്ടായിരിക്കുകയാണ്. ഈ ഒരു സംഭവത്തിൽ ജീവൻ നഷ്ടമായിരിക്കുന്നത് 2 പേർക്കാണെന്നാണ് ഇപ്പോൾ വരുന്ന FIR റിപ്പോർട്ട് പ്രകാരം. പക്ഷേ അതിൽ ഒരാളുടെ പേര് മാത്രമേ ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുള്ളൂ. ഒരാളെ മാത്രമേ തിരിച്ചറിഞ്ഞിട്ടുള്ളൂ എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത്. കൂടാതെ മറ്റ് 12 ആളുകൾ, ഇതിൽ 5 പേർ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുകയാണ്. മറ്റ് നിസ്സാര പരിക്കുകൾ ബസ്സിലുണ്ടായിരുന്നവരും അതുപോലെ തന്നെ ലോറിയിൽ ഉണ്ടായിരുന്ന മറ്റ് 2 പേരും ഇപ്പോൾ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിൽ തുടരുകയാണ്. നിലവിൽ ഈ KSRTC ഡ്രൈവർക്കെതിരെ നേരത്തെയും മോട്ടോർ വാഹന വകുപ്പ് ഈ അപകടമുണ്ടായ സ്ഥലത്തേക്ക് മോട്ടോർ വാഹന വകുപ്പും അതുപോലെ തന്നെ താമരശ്ശേരി പോലീസ് ഉദ്യോഗസ്ഥരടക്കം നിരവധി ആളുകൾ ഇവിടെ പരിശോധനയ്ക്കായി എത്തിയിട്ടുണ്ടായിരുന്നു. ഈ പരിശോധനയ്ക്കിടെയാണ് ഡ്രൈവർ അശ്രദ്ധമായ രീതിയിൽ വാഹനം ഓടിച്ചു എന്നുള്ള രീതിയിൽ ഒരു കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോലീസാണ് ഇപ്പോൾ ഇതിനെതിരെ നടപടി എടുത്തിരിക്കുന്നത്. ഇനി മോട്ടോർ വാഹന വകുപ്പ് പ്രകാരം ഏതൊക്കെ തരത്തിലുള്ള കേസുകളാണ് എടുക്കുക എന്നുള്ളതാണ് ഇനി അറിയേണ്ടിയിരിക്കുന്നത്. അതിര ശരി.